പച്ചമാങ്ങയുടെ മണവും ഇഞ്ചി പോലിരിക്കുന്നതുമായ മാങ്ങ ഇഞ്ചി വെച്ച് എങ്ങനെയാണ് രുചികരമായ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. അതിനായി മാങ്ങ ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാനിതിപ്പം ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് കനം കുറച്ച് അരിഞ്ഞെടുത്തു. ഗ്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നായി കിട്ടും. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇത് രണ്ടും കൂടെ ഒന്നിച്ചിടാം. ഈ ഗ്രേറ്റ് ചെയ്ത മാങ്ങ മെഷർമെന്റ് കപ്പിന് എത്രയുണ്ടെന്ന് നോക്കാം. ഇത് 250 ml മെഷർമെന്റ് കപ്പാണ്. ഇതിന് 4 കപ്പുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് മസാലപ്പൊടികൾ തയ്യാറാക്കിയെടുക്കാം. അതിനായി 2 ടീസ്പൂൺ കടുക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. കടുക് പൊട്ടി വന്നാലുടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. 1/2 ടീസ്പൂൺ ഉലുവ മൂപ്പിച്ചെടുക്കാം. ഉലുവ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പം സ്റ്റൗ ഓഫ് ചെയ്ത് ഈ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റാം. അല്ലെങ്കിൽ ഈ ചൂടിലിരുന്ന് പിന്നെ മൂത്ത് കരിഞ്ഞു പോകും. പിന്നെ ഇത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട, ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇത് അടച്ച് മാറ്റി വെക്കാം. പിന്നെ ഒരു പ്ലേറ്റിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ എടുക്കാം. ഈ പൊടികളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം തുടങ്ങുന്നതായിരിക്കും നല്ലത്. അച്ചാറിന് ഇച്ചിരി കൊഴുപ്പൊക്കെ കിട്ടാൻ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഞാനിത് സാധാരണ മുളക് പൊടിയുടെ കൂടെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക് നടുകെ മുറിച്ചതും, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും, പിന്നെ 10-20 അല്ലി വെളുത്തുള്ളി നടുകെ കീറിയതും ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. പാൻ അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നാൽ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാൻ. അല്ലെ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി കരിഞ്ഞു പോകും. ഇങ്ങനെ ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളർ ചെറുതായി മാറി വരുന്നവരെ മൂപ്പിച്ചാൽ മതി. അച്ചാർ എപ്പോഴും എള്ളെണ്ണയിൽ ഇടുന്നതാണ് നല്ലത്. എള്ളെണ്ണ തന്നെയാണ് നല്ലെണ്ണ. വെളുത്തുള്ളി നന്നായി വഴണ്ട് വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം ഒരു കുഞ്ഞുപിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ വെളുത്തുള്ളിയുടെ കളറ് ചെറുതായി മാറി വരുന്നുണ്ട്. ഈ സമയം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പം തീ കുറച്ച് വെച്ചിട്ടോ സ്റ്റൗ ഓഫ് ചെയ്തിട്ടോ വേണം ഇട്ട് കൊടുക്കാൻ. തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലോട്ടാണ് നമ്മൾ ഈ പൊടികൾ ഇടുന്നത്. ആ സമയം തീയും കൂടുതലാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അച്ചാറിന് നല്ല കളർ വേണം. അതുകൊണ്ട് അധികം മൂപ്പിക്കണ്ട. മുളക് പൊടിയൊക്കെ ഇത്രയും മൂത്താൽ മതി. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇഞ്ചി ഇട്ട് കൊടുക്കാം. മാങ്ങ ഇഞ്ചിയിൽ ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആർത്തവ പ്രശ്നങ്ങൾക്കും ഛർദി, അലർജി, ദഹനക്കേട്, ജലദോഷം, പനി, ചുമ എന്നിവയുടെ ചികിത്സയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നു. മാങ്ങ ഇഞ്ചി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരാൻ കുറച്ച് സമയം എടുക്കും. ഈ തവി വെച്ചിട്ട് ഇളക്കിയിട്ട് ശരിയാകുന്നില്ല, അതുകൊണ്ട് വേറൊരു തവി എടുക്കാം. ഇത് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇത് ഏകദേശം വഴണ്ടി മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അച്ചാറായി കഴിഞ്ഞാൽ കുറച്ച് പുളിയൊക്കെ വേണ്ടേ? അതിനുവേണ്ടി നമ്മൾ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഇപ്പം 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് രുചിച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. പിന്നെ ചെറിയൊരു മധുരത്തിന് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രുചിച്ച് നോക്കാം. പുളി പോരാ, അതുകൊണ്ട് കുറച്ചുകൂടെ വിനാഗിരി ചേർക്കാം. 1/2 കപ്പ് വിനാഗിരിയും കൂടെ ചേർക്കാം. അങ്ങനെ ഇതിൽ മൊത്തം 1 കപ്പ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. ചില വിനാഗിരിക്കൊക്കെ ഭയങ്കര പുളിയായിരിക്കും, അതുകൊണ്ട് അതനുസരിച്ച് വേണം വിനാഗിരി ഒഴിക്കാൻ. വിനാഗിരി ഒഴിച്ചപ്പം അതിനനുസരിച്ച് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് എരിവും പുളിയും ഉപ്പും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. എല്ലാം പാകത്തിനായിട്ടുണ്ട്. അവസാനമായി നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടി ഇതിൽ ചേർക്കാം. ഉലുവയ്ക്കും കടുകിനുമൊക്കെ ഒരു കമർപ്പും കയ്പും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കി കഴിയുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം ഉലുവയുടെയും കടുകിൻ്റെയും പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് കൂടെ ചെയ്ത് കൊടുക്കാം. ഇപ്പം എണ്ണ സൈഡിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇത് കണ്ടില്ലേ, ഇതിൽ ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിൽ മൊത്തം മെഷർമെന്റ് കപ്പിന് 3/4 കപ്പ് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എണ്ണ അധികം പൊങ്ങിക്കിടക്കാൻ വേണ്ടിയൊന്നുമില്ല. അച്ചാർ കൂട്ടാൻ പറ്റാത്ത ബിപിയും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അച്ചാറിലെ എണ്ണയും ഉപ്പും ഒക്കെ കുറച്ച് ചേർത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ 2-3 മാസം വരെയൊക്കെ കേടാകാതിരുന്നോളും. ആവശ്യത്തിനെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് മാത്രം. ഇതിൽ ചേർത്തിരിക്കുന്ന നല്ലെണ്ണയും വിനാഗിരി ഉപ്പും ഒക്കെ ഒരു പ്രിസർവേറ്റീവായി പ്രവർത്തിച്ചോളും. അതുകൊണ്ട് പെട്ടെന്നൊന്നും കേടാകത്തില്ല. അച്ചാറിന് മുകളിൽ എണ്ണ നന്നായി പൊങ്ങിക്കിടന്നാലേ അച്ചാറ് മാസങ്ങളോളം കേടുകൂടാതിരിക്കത്തുള്ളൂ. അതിനായി അച്ചാറ് ബോട്ടിലിന്റെ 3/4 ഭാഗം എടുക്കാം. പിന്നെ അതിന് മുകളിലായി ബാക്കി ഭാഗം ഫില്ല് ചെയ്യാൻ എത്ര എണ്ണ വേണോ അത്രയും നല്ലെണ്ണ എടുത്ത് ചൂടാക്കി കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് അതിലേക്ക് 2 നുള്ള് കായപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ എണ്ണയുടെ ചൂടി കിടന്നതിനൊന്ന് മൂത്ത് വരുമ്പം ഇതുപോലെ കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. അച്ചാർ എപ്പോഴും കഴുകി ഉണക്കിയ ഒട്ടും വെള്ളമയമില്ലാത്ത ഗ്ലാസ് ബോട്ടിൽ വേണം സൂക്ഷിക്കാൻ. ഇത് നല്ല രുചിയുള്ള അച്ചാറാ. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ തുടങ്ങാൻ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അയച്ചു കൊടുക്കാൻ മറക്കണ്ട. താങ്ക് യു.